ലൈറ്റ് ഇട്ടത് എൻ്റെ പേര് കറണ്ടങ്ങ് പോയി. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ഈ ക്യാമറേൻ്റെ ഫ്ലാഷ് ലൈറ്റ് ക്യാമറേൻ്റെ ലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഇന്നൊരു മൂഞ്ചിയ ദിവസമാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഒരു സ്കൂൾ മോർണിംഗ് റൊട്ടീനാണ്. നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആക്ച്വലി ഞാനിപ്പോൾ കുറേ ഡേയ്സായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്ക് കണ്ടൻറ്റ് കിട്ടുന്നില്ല. അപ്പം കണ്ടൻറ്റ് കിട്ടാതായപ്പോൾ ഞാൻ ക്ലാസ്സിൽ ഓരോരുത്തരെ പോയിട്ട് ചൊറിയാൻ തുടങ്ങി. കണ്ടൻറ്റ് പറഞ്ഞത് കണ്ടൻറ്റ് പറഞ്ഞത് എന്നിട്ട് ഓരോരുത്തർ പേര് നടക്കാൻ എൻ്റെ പണി. കണ്ടൻറ്റ് ഒന്നും കിട്ടാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞു തന്നത്. അവളുടെ പേര് ഗൗരി എന്നാണ്. താങ്ക് യു സോ മച്ച് ഗൗരി ഫോർ ദിസ് കണ്ടൻറ്റ്. അപ്പം എല്ലാവരെയും പോലെ തന്നെ ഒരു മോർണിംഗ് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പം അലാറം അടിയുന്നത് ഞാൻ നോർമൽ എഴുന്നേൽക്കുന്ന ദിവസമല്ല, ഇതിന് കുറച്ച് നേരത്തെ എഴുന്നേറ്റുകൊണ്ടാണ് ഇപ്പം അലാറം അടിയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, ഇവിടെ നല്ല മഴയുണ്ട്. നിങ്ങളവിടെ മഴ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗൈസ്, എന്ത് പറയാനാ, എൻ്റെ കഷ്ടകാലത്തിന് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയ. ഇവിടെ കറണ്ടില്ല, എന്നാൽ ഫുള്ള് ക്ലാരിറ്റി ഉണ്ടാവില്ല, എല്ലാം കൂടി കുഴച്ച് മറിച്ചിട്ട പോലെ ഉണ്ടാവും. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി ഇന്നൊരു മൂഞ്ചിയ ദിവസമാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിൽ കയറി ലൈറ്റ് ഇട്ടത് എൻ്റെ പേര് കറണ്ടങ്ങ് പോയി. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ഈ ക്യാമറേൻ്റെ ഫ്ലാഷ് ലൈറ്റ് ക്യാമറേൻ്റെ ലൈറ്റ് ഉണ്ടാവില്ല, അത് വെച്ചിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ഉള്ളത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അത്യാവശ്യം ലൈറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ടൈം ഒരു 8:30 എനിക്കൊരു 10 മണിയാകുമ്പോഴേക്കാണ് ഞാൻ സ്കൂളിൽ പോവാം. 10 മണി എന്ന് പറയുമ്പോൾ ഞാനൊരു 9:45 9:30 ആകുമ്പോൾ പറഞ്ഞു. എന്നിട്ട് 10 മണിയാകുമ്പോൾ 10:05 സ്കൂളിലെത്തും. 10:10 ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ഞാൻ സ്കൂളിലെത്തും. അപ്പം ഇനി യൂണിഫോം മാറ്റണം. പുട്ടി ഇടുന്ന ഒരു പരിപാടി എനിക്കില്ല. പുട്ടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുട്ടിയുടെ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഒന്നാമത് ഇന്ന് കറണ്ടും ഇല്ല, ലൈറ്റും ഇല്ല, പിന്നെ എന്ത് ചെയ്യാനാ. അപ്പം ജസ്റ്റ് ഒന്ന് പൗഡർ ഇടാം, ഒന്ന് ലിപ്സ്റ്റിക് ഇടാം, പിന്നെ ചെറിയൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടാം, ഒന്ന് യൂണിഫോം ഇടാം, ഫുഡ് കഴിക്കുക, അത്ര തന്നെ. അതിങ്ങനെ മഴ പെയ്തുകൊണ്ട് ഇനി സ്കൂൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം അതെല്ലാം കൊണ്ട് കുറച്ച് ഹാപ്പി ആയിട്ട് ചിലപ്പോൾ ഇന്ന് ഉച്ചക്ക് നേരത്തെ വിടുക, അങ്ങനത്തെ ഒരു പ്ലാനെല്ലാം കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ യൂണിഫോം ഇട്ട് തരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ യൂണിഫോം. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാണിച്ചു തരാം. ഇതാ. അപ്പം ഇത് മാത്രമല്ല, ഇത് സ്കാർഫ്, പിന്നെ ഇത് ടോപ്പ്, അതിൻ്റെ കൂടെ ഒരു കോട്ടും കൂടി വരുന്നുണ്ട്. കോട്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഇടാറ്, ഇപ്പം തന്നെ ഇടാറില്ല. അപ്പം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡ് കഴിച്ച് വീഡിയോ ഒക്കെ എടുത്ത് ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോ എടുത്തത് ഹൊറിസോണ്ടലാണ്. അപ്പം ഞാൻ ജസ്റ്റ് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു വെർട്ടിക്കലിൻ്റെ ആ ഒരു ഷേപ്പിലെത്തി, അല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ അതിന് ശേഷം ഞാൻ സ്കാർഫ് കുത്തി, മുടി ആദ്യം ഞാൻ വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ഷാളൊക്കെ കുത്തി നല്ല മുസ്ലിം കുട്ടിയായിട്ട് ഞാൻ ഇവിടെ കുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് സ്കാർഫ് കുത്താനാണ്, പക്ഷെ അതൊട്ട് മെനയായി കിട്ടത്തുമില്ല. പിന്നെ എനിക്കിവിടെ ഇങ്ങനെ 2 കൊമ്പിടുള്ളത് എനിക്ക് ഫർളാണ് ഗൈസ്, എനിക്ക് നിർബന്ധമാണ്. അത് ഇല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. പിന്നെ ഞാനൊരു ബേബി ആയതുകൊണ്ട് എനിക്ക് ബേബി പൗഡർ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ബേബി പൗഡർ എൻ്റെ ഫേസിലിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ബസന്തി ആയില്ലേ, എല്ലാവരും കമൻറ്റ് ചെയ്യണേ എൻ്റെ ബസന്തിയെ പോലെ കാണാനുണ്ടോ എന്ന്. അപ്പം ഇന്ന് ഒരുക്കങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയം 10 മണി ആവാനുണ്ട്. അപ്പം ബൈ.